അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് മാത്രമാണോ ലഭിക്കുക എന്ന് ചില ആളുകൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ആ രാത്രിയിൽ ദുആ ഇരക്കുന്ന, ആ രാത്രിയിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് വീട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലാണെങ്കിലോ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കും അത് ലഭിക്കുമെന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവാചകൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തഖിഫു ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 ഒറ്റയായി ദിവസങ്ങൾ നിങ്ങളത് പ്രതീക്ഷിക്കുക എന്ന് പ്രവാചകൻ പറയുകയും ചെയ്തു. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാവിനെ പ്രതീക്ഷിച്ച് നമസ്കാരവും ദുആവും ഇസ്തിഗ്ഫാറും ഖുർആൻ പാരായണങ്ങളുമായി ഒരാൾ കഴിഞ്ഞാൽ ഇഅ്തികാഫ്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവരുടെ ശാരീരികമായ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ തിരക്കുകളും ശാരീരിക ആവശ്യതകളും അതേപോലെ തന്നെ ജോലി തിരക്കുകളുമുള്ള യാത്ര ചെയ്യുന്ന ഈ ഒരു സാഹചര്യമൊന്നും ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ആ രാത്രി പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്താൽ, ഖുർആൻ ഓതിയാൽ, ദിക്ർ നടത്തിയാൽ, ദുആ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നമ്മുടെ ഈ ദുആയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തുന്ന ആ ദിവസത്തിൻ്റെ രാത്രിയുമായി ഒരുമിച്ച് വന്നാൽ ഇഅ്തികാഫിൽ അല്ലെങ്കിൽ പോലും ലൈലത്തുൽ ഖദറിൻ്റെതായ പ്രത്യേകതകൾ, പവിത്രതകൾ, പുണ്യം കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇഅ്തികാഫ് ചെയ്യുന്നത്, ഇഅ്തികാഫിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ എല്ലാ തിരക്കുകളും മാറ്റി നിർത്തി ഏകാന്തമായി ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ റമളാനിലെ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നതായി പ്രത്യേകമായ ഹദീസുകൾ ഉള്ളപ്പോൾ ആ രൂപത്തിൽ അതിൻ്റെതായ പ്രാധാന്യവും പവിത്രതയും ഇഅ്തികാഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഅ്തികാഫ് മാത്രമല്ല, ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ യാത്രയിലോ ഒക്കെ ദുആ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഖുർആൻ ഓതിയാൽ, ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലൊക്കെ നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവർക്കും ഈ ലൈലത്തുൽ ഖദറിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.